ഇനി അടുത്ത നമുക്ക് HTML-നകത്ത് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് ഫോംസ് എന്ന് പറയുന്നത്. സോ HTML-ൽ നമ്മൾ കൂടുതലും ഫോംസ് ഒക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫോം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും പിന്നെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുന്ന എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഒരു HTML പേജ് കണ്ടിട്ടുണ്ടല്ലോ. അത് ആക്ച്വലി ഒരു ഫോമാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു കളക്ട് യൂസർ ഇൻപുട്ട്. അതായത് നമ്മൾ എൻ്റർ ചെയ്ത ഇൻപുട്ടുകളുണ്ടല്ലോ, ഇപ്പോൾ ഇൻപുട്ട് ബോക്സ് ആയാലും ടെക്സ്റ്റ് ഏരിയ ആണെങ്കിലും അല്ലെങ്കിൽ ചെക്ക് ബോക്സ് ആണെങ്കിലും റേഡിയോ ബട്ടൺ ഒക്കെ ആണെങ്കിലും അതൊക്കെ ആക്ച്വലി എന്ന് പറയുന്നത് ഒരു യൂസർ ഇൻപുട്ടാണ്. ആ യൂസർ ഇൻപുട്ടിൻ്റെ കളക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഫോംസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ട്രൈ യുവർ സെൽഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോം എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, ഈ ഫോമിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആക്ഷൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏതിലോട്ടാണ് പോവേണ്ടത്, അതായത് ഏത് URL അല്ലെങ്കിൽ ഏത് പേജിലോട്ടാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇവിടെ സ്ലാഷ് കഴിഞ്ഞിട്ട് action_page.php. ഇത് ആക്ച്വലി ഒരു സെർവർ സൈഡുള്ളൊരു പേജാണ്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആക്ഷൻ പേജ് എന്ന് പറഞ്ഞ .php ഫയലിലേക്കായിരിക്കും നേരെ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലേബലുണ്ട്. നമുക്കിവിടെ ലേബൽ അതേപോലെ ഇൻപുട്ട് എലമെൻ്റ് ഉണ്ട്. ഇൻപുട്ട് എലമെൻ്റ് ടൈപ്പ് ടെക്സ്റ്റും അതിന് നമ്മൾ ID എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് നെയിം ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, ഈ നെയിം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ID-നെ ഒരു റെഫറൻസ് ആയിട്ടാണ് നമ്മൾ ഇതിന് നോക്കുന്നത്. പിന്നെ നമ്മളെ വാല്യൂ. ഓക്കെ, വാല്യൂ നമ്മൾ ഇത് ആക്ച്വലി ഇവിടെ ജോൺ എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സിൽ ഇവിടെ ജോൺ എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് വരും. ഇപ്പോൾ വാല്യൂ നമ്മളിവിടെ empty ആയിട്ടാണ് കൊടുക്കുന്നെങ്കിൽ ഇവിടെ വാല്യൂ empty ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. സോ വാല്യൂ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇൻപുട്ട് ബോക്സിനകത്ത് നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ നമ്മൾക്ക് ലാസ്റ്റ് നെയിം ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഇൻപുട്ട് എലമെൻ്റ് ഉണ്ട്, അതിനകത്ത് ID LNAME എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻപുട്ട് ഈ ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത് സബ്മിറ്റ് ആണ്. ഓക്കെ, സോ ഈ ടൈപ്പ് ഈ ഫോമിനകത്ത് ഈ ഫോം എലമെൻറ്റിനകത്ത് നമ്മുടെ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ആണെങ്കിൽ അത് ആക്ച്വലി ഈ ആക്ഷൻ ഉണ്ടല്ലോ, ഈ ആക്ഷൻ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂയിലേക്ക് ട്രിഗർ ചെയ്യും. അപ്പം ഞാനിവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ക്ലിക്ക് ദ സബ്മിറ്റ് ബട്ടൺ ദ ഫോം ഡേറ്റ വിൽ ബി സെൻഡ് ടു എ പേജ് കോൾഡ് action.php-page.php പോകും. ആണ്. അപ്പോൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റീഡയറക്റ്റ് ചെയ്ത ഇതുകൊണ്ട് ഈ action.page.php-യിലുള്ള ഫയലാണ് ഇവിടെ നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ സബ്മിറ്റഡ് ഫോം ഡേറ്റ യുവർ ഇൻപുട്ട് വാസ് റിസീവ്ഡ് ആസ് FNAME = ആൻഡ് ലാസ്റ്റ് നെയിം = ഡോ. ഞാൻ ഇവിടെ വാല്യൂ ഇവിടെ empty ആക്കി കൊടുക്കുന്നുണ്ടാണ്. ഇപ്പോൾ FNAME = ജോൺ ആൻഡ് LNAME = ഡോ എന്ന് പറഞ്ഞു. ദ സെർവർ ഹാസ് പ്രോസസ്ഡ് യുവർ ഇൻപുട്ട് ആൻഡ് റിട്ടേൺ ദി ആൻസർ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആക്ഷൻ PHP-യിൽ ഇങ്ങനെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തത് അതാണ് നമുക്ക് ആ വാല്യൂസ് ആണ് നമുക്ക് തിരിച്ച് ഇവിടെ ഒരു PHP പേജിൽ വന്ന് സെറ്റ് ചെയ്തതാണ്. സോ ഇതാണ് നമ്മളുടെ ഫോം യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻപുട്ട് പല ടൈപ്പായിട്ടും കൊടുക്കാം. ടൈപ്പ് ടെക്സ്റ്റ് ഇവിടെ നമ്മൾ കണ്ടത് ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ആണ്. അതായത് നമ്മളൊരു നെയിമും ലാസ്റ്റ് നെയിമും അതുപോലെ എന്തെങ്കിലും ഒരു സ്ട്രിങ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഇൻപുട്ട് ടൈപ്പ് റേഡിയോ എന്ന് പറഞ്ഞാൽ റേഡിയോ ബട്ടൺ ആണ്. ഇപ്പം ഞാനിവിടെ ടൈപ്പ് ഇവിടെ റേഡിയോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു റേഡിയോ ബട്ടൺ ആയിരിക്കും വരുന്നത്. അടുത്ത ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് ചെക്ക് ബോക്സ് മറ്റേ ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ഇങ്ങനെ ഒരു ചെക്ക് ബോക്സ് എലമെൻ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഈ ഒരു ടൈപ്പാണ്. പിന്നെ നമുക്ക് ടൈപ്പ് സബ്മിറ്റ്, ഇവിടെ നമ്മൾ സബ്മിറ്റ് കണ്ടതുപോലെ. പിന്നെ ബട്ടൺ എന്ന് പറഞ്ഞാൽ ക്ലിക്കബിൾ ബട്ടണും മറ്റെന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ബട്ടണാണ്. സബ്മിറ്റ് ബട്ടണും ടൈപ്പ് ബട്ടൺ എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആണ്. സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഫോം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൈപ്പാണ്, അത് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ടൈപ്പ്. ബട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിക്കബിൾ ബട്ടൺ ആണ്. ഇത് ആക്ച്വലി ഒരു ബട്ടൺ ആണ്, പക്ഷെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ക്ലിക്കബിൾ ബട്ടൺ എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബട്ടൺ നമ്മൾ ടൈപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ആക്ഷന് ട്രിഗർ ആകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫോം സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ വേണം കൊടുക്കാനായിട്ട്. സോ ഈ സബ്മിറ്റും ഈ ബട്ടൺ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഓക്കെ,
പിന്നെ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ഫീൽഡ്സ്, ലേബല്, ഇത് കുറേ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, ചെക്ക് ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ സബ്മിറ്റ് ബട്ടൺ, നെയിം, ആട്രിബ്യൂട്ട് എല്ലാം നമുക്ക് ഉണ്ട്. സോ ഈ നെയിം ആട്രിബ്യൂട്ട് നമ്മൾ ഇവിടെ കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ നെയിമും കൂടെ നോക്കും. ഓക്കെ, ഈ ID F നെയിം ആണെങ്കിൽ അതേ സെയിം നെയിം ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് അവിടെ കിട്ടും, എവിടെ, സെർവർ സൈഡിൽ കിട്ടും. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ നെയിം ആട്രിബ്യൂട്ട് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് ഫോം ആട്രിബ്യൂട്ട്സ് ആണ്, ആക്ഷൻ ആട്രിബ്യൂട്ട്. ഓക്കെ, ഫോമിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ്. ആക്ഷൻ ആട്രിബ്യൂട്ട് ഡിഫൈൻസ് ദ ആക്ഷൻ ടു ബി പെർഫോംഡ് വെൻ ദ ഫോം ഇസ് സബ്മിറ്റഡ്. ഓക്കെ, ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ആക്ഷൻ്റെ വാല്യൂ എന്താണോ അതിലോട്ടായിരിക്കും ട്രിഗർ ചെയ്ത് പോകുന്നത്. Usually the form data is sent to a file on the server when the user clicks on the submit button. In the example below, the form data is sent to a file called action.php. This file contains a server-side script that handles the form data. Okay, action.php എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സെർവർ സൈഡ് പേജ് ആണ്. അപ്പോൾ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ സെർവർ സൈഡിൽ അത് നമ്മുടെ ഫോം ഡേറ്റ ഹാൻഡിൽ ചെയ്യും. പിന്നെ ഉള്ളത് നമുക്ക് ടാർഗറ്റ് ആട്രിബ്യൂട്ട് ഉണ്ട്. ടാർഗറ്റ് അണ്ടർസ്കോർ ദ റെസ്പോൺസ് ഇസ് ഡിസ്പ്ലേഡ് ഇൻ എ ന്യൂ വിൻഡോ ഓർ ടാബ്. അണ്ടർസ്കോർ ബ്ലാങ്ക് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അതായത് പുതിയൊരു ടാബിനകത്ത് കാണിക്കാൻ വേണ്ടി. അണ്ടർസ്കോർ സെൽഫ് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് വിൻഡോയിൽ അല്ലെങ്കിൽ കറണ്ട് ടാബിൽ കാണിക്കാൻ വേണ്ടി. പാരന്റ് ഫ്രെയിം, ടോപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേഡ് ഇൻ ദ ഫുൾ ബോഡി ഓഫ് ദ വിൻഡോ. നമ്മൾ കൂടുതലും അണ്ടർസ്കോർ ബ്ലാങ്ക് അല്ലെങ്കിൽ അണ്ടർസ്കോർ പാരന്റ് ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ടാർഗറ്റ് അണ്ടർസ്കോർ ബ്ലാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ടാബിൽ വന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ, നമ്മുടെ ഡൊമൈൻ നെയിം കഴിഞ്ഞിട്ട് ഇവിടെ action.php ആണ് ഫയൽ കാണിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു സെർവർ സൈഡ് പേജ് ആണ്. അതിൻ്റെ കൊറി പാരാൻസ് ആണ് F നെയിമും മറ്റതൊക്കെ കാണിക്കുന്നത്. ഓക്കെ, സോ മെത്തേഡ് പിന്നെ ഒരു ഫോമിനകത്ത് നമുക്കൊരു മെത്തേഡ് ആട്രിബ്യൂട്ട് ഉണ്ട്. അതിനകത്ത് നമ്മുടെ HTTP ഏത് ടൈപ്പാണ് സബ്മിറ്റ് ചെയ്യുന്നത്, പോസ്റ്റ് മെത്തേഡ് ആണോ ഗെറ്റ് മെത്തേഡ് ആണോ, ഈ രണ്ട് ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്. ഫോം ഡേറ്റ ക്യാൻ ബി സെൻഡ് ആസ് URL വേരിയബിൾസ് വിത്ത് മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് ഓർ ആസ് HTTP പോസ്റ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, പോസ്റ്റ് അല്ലെങ്കിൽ ഗെറ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെത്തേഡ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ മെത്തേഡൊന്നും കൊടുത്തില്ലെങ്കിൽ അത് ഡീഫോൾട്ടായിട്ട് ഗെറ്റ് മെത്തേഡായിട്ടായിരിക്കും കണക്കായിട്ട് എടുക്കണം. ഓക്കെ, ദ ഡീഫോൾട്ട് HTML മെത്തേഡ് വെൻ സബ്മിറ്റിംഗ് ഫോം ഡേറ്റ ഈസ് ഗെറ്റ്. നിങ്ങളുടെ സെർവർ സൈഡ് പേജ് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ സെർവർ സൈഡ് പേജ് പോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ അവിടെ മെത്തേഡ് മെൻഷൻ ചെയ്യണം. ഓക്കെ, മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളവിടെ മെൻഷൻ ചെയ്യണം. ഗെറ്റ് ആണെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ കാണും, അത് ഡീഫോൾട്ട് വാല്യൂ ഗെറ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എക്സാമ്പിളൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രൈ ടു യുവർ സെൽഫ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ unlike the get, the form value is not visible in the address bar of the new browser tab. ഓക്കെ, ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ ഫോം ഡേറ്റ ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ഇതിനകത്ത് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യാനും അതുപോലെ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാനും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഗെറ്റ് മെത്തേഡിൽ നമ്മളുടെ ലെങ്ത് ഓഫ് URL ലിമിറ്റഡ് ആണ്. അതായത് നമ്മുടെ ഈ URLൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2048 ക്യാരക്ടേഴ്സ്, 2048 ക്യാരക്ടേഴ്സ് ആണ്. അതിൽ കൂടുതലാണ് വരുന്നെങ്കിൽ ഈ URL പൊട്ടും. ഓക്കെ, സോ URLൻ്റെ ലെങ്ത് ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് കൂടുതലാണെങ്കിൽ നമ്മൾ മിക്കവാറും പോസ്റ്റ് മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗെറ്റ് മെത്തേഡിൽ നമുക്ക് ഈ കൊറി സ്ട്രിങ് ആയതുകൊണ്ട് ചിലപ്പോൾ ലെങ്ത് കൂടുതലാണെങ്കിൽ പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടോക്കൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ടോക്കണിൻ്റെ ലെങ്ത് നമുക്കറിയത്തില്ല, ചിലപ്പോൾ 16, 32 അല്ലെങ്കിൽ അതിൽ കൂടുതലാവാം. അതുകൊണ്ട് ഗെറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ എപ്പോഴും അതിൻ്റെ ലെങ്ത് ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഗെറ്റ് മെത്തേഡിൽ നമുക്ക് സെൻസിറ്റീവ് ഡേറ്റ ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു പാസ്വേഡൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് അങ്ങ് പോവുകയാണെങ്കിൽ നമ്മളിവിടെ മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. കാരണം മെത്തേഡ് പോസ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങ് ബോഡിയിലാണ് ഇത് സബ്മിറ്റ് ചെയ്യുന്നത്, ഒരിക്കലും കൊറി പാരാംസ് ആയിരിക്കത്തില്ല. ഗെറ്റ് മെത്തേഡിലാണ് ഈ കൊറി പാരാംസ് ആയിട്ട് നമുക്ക് നെയിമും അതൊക്കെ എല്ലാം നമ്മുടെ URLനകത്ത് വിസിബിൾ ആയിരിക്കും. സോ പാസ്വേഡ് എന്ന് പറയുന്ന ഒരു സെൻസിറ്റീവ് ഡേറ്റ ആയതുകൊണ്ട് നമുക്ക് ഗെറ്റ് മെത്തേഡിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ
അത് എക്സ്പോസ്ഡ് ആവും. കാരണം URL-നകത്ത് അത് കാണിക്കും. അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് മെത്തേഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ കണ്ടോ, പോസ്റ്റ് നോട്ട്സ് ഓൺ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് ഹാസ് നോ സൈസ് ലിമിറ്റേഷൻ ആൻഡ് ക്യാൻ ബി യൂസ് ടു സെൻഡ് ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ. ഓക്കെ, ഇപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ ഫീൽഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ 2 ഇൻപുട്ടേ ഉള്ളൂ. അപ്പോൾ 2 ഇൻപുട്ട് ആയതുകൊണ്ട് ഗെറ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ ഇപ്പം നമുക്ക് 10 ഫീൽഡ്സ് ഉണ്ടെന്ന് ചോദിച്ചോ, 10 ഫീൽഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഗെറ്റ് മെത്തേഡിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പോസ്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഗെറ്റ് മെത്തേഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ URL-നകത്ത് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, 2048 ക്യാരക്ടേഴ്സ് ഉള്ളൂ. പോസ്റ്റ് മെത്തേഡ് ആകുമ്പോൾ നമുക്ക് സൈസ് ലിമിറ്റേഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് എത്ര ഡേറ്റ വേണമെങ്കിലും നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സോ ഇതാണ് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസും, അതുപോലെ എപ്പോഴാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ടതും ഉണ്ട്. പിന്നെ ഓട്ടോ കംപ്ലീറ്റ് ഉണ്ട്. ഓട്ടോ കംപ്ലീറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ, ഇപ്പം ഞാനിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യും, സബ്മിറ്റ് ക്വറി എടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടോ നേരത്തെ എന്താണോ നമ്മളിവിടെ എൻ്റർ ചെയ്ത് അത് നമുക്കിവിടെ ഓട്ടോ കംപ്ലീറ്റ് ഇവിടെ കാണിക്കും. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ ഇത് ഇത്രയും ഇമെയിൽസ് കാണിക്കും. ആക്ച്വലി നമ്മൾ ഓട്ടോ കംപ്ലീറ്റ് ഓൺ കൊടുത്തോണ്ട് നമ്മളുടെ ഇൻപുട്ട് ബോക്സിനകത്ത് ഈ ബ്രൗസറിൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ താഴെ നമുക്ക് സജഷൻസ് കാണിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത വാല്യൂസ് എല്ലാം നമ്മളിവിടെ കാണിക്കും. ഇനി അടുത്തത് നമുക്ക് HTML ഫോം എലമെന്റ്സ് ആണ്. ഫോമിനകത്ത് നമുക്ക് എലമെന്റ്സ് ഉണ്ട്. ഇൻപുട്ട് എലമെന്റ് നമ്മൾ നേരത്തെ നോക്കി ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സും റേഡിയോ ബട്ടൺ ഇതൊക്കെ എല്ലാം വരുന്ന ഇൻപുട്ട് എലമെന്റ് ആണ്. പിന്നെ ലേബല്, സെലക്ട് എന്ന് പറയുന്നത് കോംബോ ബോക്സ് ആണ്. ടെക്സ്റ്റ് ഏരിയ ഉണ്ട്, ബട്ടൺ ഉണ്ട്, ഫീൽഡ് സെറ്റ്, ലെജൻഡ്, ഡേറ്റ ലിസ്റ്റ്. സോ ഇത്രയും സാധനങ്ങളായിരിക്കും നമ്മൾ ഫോമിനകത്ത് എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഫോം എലമെന്റിനകത്ത് നമ്മൾ ഇത്രയും എലമെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൽ ഇൻപുട്ട് എലമെന്റ് നമ്മൾ നോക്കിയായിരുന്നു. ലേബല് നമ്മൾ ആക്ച്വൽ ഇതൊക്കെ എന്ന് പറയുന്നത് ലേബലാണ്. ഓക്കെ, ഇമെയിൽ ഇതൊക്കെ എന്ന് പറയുന്നത് ലേബലാണ് കൊടുക്കുന്നത്. പിന്നെ സെലക്ട് എലമെന്റ് എന്ന് പറഞ്ഞാൽ കോംബോ ബോക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഏതാണോ കോംബോ ബോക്സിലെ വാല്യൂ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ സബ്മിറ്റ് ക്വറി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് അങ്ങോട്ട് കാണിക്കും. ഓക്കെ, പിന്നെ വിസിബിൾ വാല്യൂസ് ഒക്കെ ഉണ്ട്. വിസിബിൾ വാല്യൂസ് അല്ലോ മൾട്ടിപ്പിൾ സെലക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നോർമൽ സെലക്ട് ഓപ്ഷൻ ആണ് ഇത്. പിന്നെ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഏരിയ എലമെന്റ് നമ്മളിത് ഇങ്ങനെ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ ടെക്സ്റ്റ് ഏരിയ എപ്പോഴാണ് യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഡ്രസ്സും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് ബോക്സ് ആയിരിക്കത്തില്ല, അതിൽ അഡ്രസ് ഈ ടെക്സ്റ്റ് ഏരിയ ആയിരിക്കും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കമന്റ് സെക്ഷനകത്ത് നമ്മൾ ടെക്സ്റ്റ് ഏരിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ബട്ടൺ എലമെന്റ് ഉണ്ട്. ഈ ബട്ടൺ എലമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനൊരു ബട്ടൺ എലമെന്റ് കാണും. അതിൽ നമ്മൾ ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാനിവിടെ ക്ലിക്ക് മീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൺ ക്ലിക്കിൽ അലേർട്ടാണ് കാണിക്കുന്നത്. അലേർട്ട് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൻ്റെ ഒരു ഡീഫോൾട്ട് മെസ്സേജ് അലേർട്ട് ബോക്സ് ആണ് ഇത് ബ്രൗസറിൻ്റെ അലേർട്ട് ബോക്സ് ആണ്. അപ്പം നമ്മൾ ബ്രൗസറിൻ്റെ അലേർട്ട് കാണിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ അലേർട്ട് ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഒരു സ്ട്രിങ് ആയിരിക്കും കൊടുക്കുക. സ്ട്രിങ്ങോ നമ്പറോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ നമ്പറാണ് കൊടുക്കുന്നെങ്കിൽ ക്ലിക്ക് മീ അടിച്ചാൽ ഞാനിവിടെ എന്താണോ വാല്യൂ എൻ്റർ ചെയ്ത് ആ വാല്യൂ ആയിരിക്കും ഇവിടെ അലേർട്ട് ബോക്സിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഫീൽഡ് സെറ്റ് ലെജൻഡ് നമ്മളിവിടെ ഇങ്ങനെ യൂസ് ചെയ്യും. തുടങ്ങി ഇതൊരു ബോർഡറാണ്. ആ ബോർഡറിന് നമ്മളിവിടെ ഒരു ലേബലും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കണ്ടൻസ് ആണ് വരുന്നത്. ഇത് ആക്ച്വലി ഒരു ഫീൽഡ് സെറ്റ് എന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് എലമെന്റ്സ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഇതിൽ റെഫർ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് ഇൻപുട്ട് ടൈപ്സ് ഉണ്ട്. ഇത്രയും ഇൻപുട്ട് ടൈപ്സ് ആണ് നമ്മൾ നോക്കിയത്. അതിൽ നമ്മൾ ബട്ടൺ, ചെക്ക് ബോക്സ് ഒക്കെ നോക്കിയിട്ടുണ്ട്. ഇമെയിൽ ഉണ്ട്, ഫയലുണ്ട്, ഹിഡൻ ഉണ്ട്, ഇമേജ്, മന്ത്, നമ്പർ, പാസ്വേഡ്, ഓക്കെ, റേഡിയോ. ഇത്രയും ഇൻപുട്ട് ടൈപ്സ് ആണ് നമ്മൾ
HTML യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ ആണെങ്കിൽ അത് ബട്ടൺ എലമെന്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ബട്ടൺ കൺട്രോൾ എന്ന് പറയും, കൺട്രോൾ എലമെന്റ്സ് എന്നൊക്കെ പറയില്ലേ. അതുപോലെ ചെക്ക് ബോക്സ് ആണെങ്കിൽ ചെക്ക് ബോക്സ് ആയിട്ട് മാറും. ടൈപ്പ് കളർ ആണെങ്കിൽ കളർ പിക്കർ. ഇൻപുട്ട് ടൈപ്പ് ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് എടുക്കാനുള്ളൊരു ഫീൽഡ്. അങ്ങനെ ഒരുപാട് ടൈപ്സ് നമുക്കിവിടെ ഇൻപുട്ടിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ഡേറ്റ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡേറ്റ് ടൈം ലോക്കല്, ടൈപ്പ് ഇമെയിൽ, ഇമേജ്, അങ്ങനെ പല ഇൻപുട്ട് ടൈപ്പ് ഫീൽഡ്സ് നമുക്കിവിടെ ഇൻപുട്ട് നമുക്ക് പല ടൈപ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഉള്ളത്. പിന്നെ ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് വാല്യൂ ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ആൻഡ് ഇനിഷ്യൽ വാല്യൂ ഫോർ ആൻ ഇൻപുട്ട് ഫീൽഡ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ എന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ, ഇത് ആക്ച്വലി ഒരു ഇനിഷ്യൽ വാല്യൂ ആണ്. ഇപ്പം നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ അവിടെ ഒരു എംപ്റ്റി ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. പിന്നെ റീഡ് ഓൺലി ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കും. റീഡ് ഓൺലി ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്കവിടെ നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല, കാരണം റീഡ് ഓൺലി ആണ്. ജസ്റ്റ് റീഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഡിസേബിൾഡ് ആട്രിബ്യൂട്ട് ഉണ്ട്. ഡിസേബിൾഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു എലമെന്റ് ഡിസേബിൾഡ് ആയിരിക്കും, നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഡിസേബിൾഡും റീഡ് ഓൺലിയും ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ സൈസ് ആട്രിബ്യൂട്ട് ഉണ്ട്. മാക്സ് ലെങ്ത് ഉണ്ട്. മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സ്ട്രിങ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ടൈപ്പിനകത്ത് ഇപ്പോൾ പിന്നിന് മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ്. ഞാൻ എത്ര എൻ്റർ ചെയ്താൽ മാക്സിമം 4 ക്യാരക്ടേഴ്സേ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കാം. പിന്നെ ഉള്ളത് മിൻ ആൻഡ് മാക്സ് ആട്രിബ്യൂട്ട് കൊടുക്കാം. അത് ആക്ച്വലി നമ്മൾ കൂടുതലും ഡേറ്റ് ടൈം പിക്കറിനും യൂസ് ചെയ്യും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഏരിയയിലും നമ്മൾ യൂസ് ചെയ്യും. ടെക്സ്റ്റ് ഏരിയയിൽ നമ്മൾ മിനിമം അല്ലെങ്കിൽ മാക്സിമം ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 4000 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 200 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റ് ഏരിയയിൽ മൊത്തം നമുക്ക് 200 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നുണ്ട്. മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട് എനിക്കൊന്ന് ബ്രൗസ് എടുത്തിട്ട് ഫയൽ എടുക്കാനായിരിക്കും. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ഫയൽസ് എടുക്കാൻ പറ്റും. അതിനാണ് നമ്മളിവിടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മിന്നും മാക്സും അതുപോലെ തന്നെ മാക്സ് ലെങ്ത്, പിന്നെ ഡിസേബിൾഡ്, റീഡ് ഓൺലി, ഇതൊക്കെ നമ്മളെ ബേസിക് കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് ഫോം ആട്രിബ്യൂട്ടാണ്. ഫോം ആട്രിബ്യൂട്ടിനകത്ത് ഇവിടെ ഒരു form input element belongs to. The value of this attribute must be equal to the ID attribute of the element it belongs to. പിന്നെ ഫോം ആക്ഷൻ ആട്രിബ്യൂട്ട് ഉണ്ട്. ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. ഫോം മെത്തേഡ് ആട്രിബ്യൂട്ട്, ഫോം ടാർഗറ്റ് ആട്രിബ്യൂട്ട്. ഫോമിന് തന്നെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് നമുക്ക് ഇതിനകത്ത് ഈ ഡോക്യുമെന്റിനകത്ത് നോക്കാം. അതിൽ റെഫർ ചെയ്ത് നോക്കാം. സോ HTML ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ബേസിക്സ് ആണ് ഇതെല്ലാം നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിനകത്ത് ഇടുക. ഇനി നമുക്ക് അടുത്തത് ജാവാസ്ക്രിപ്റ്റ് നോക്കാം. ഓക്കെ, സോ